വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫൈഡ്. ഒരു മുസ്ലിം പള്ളി മുസ്ലിങ്ങൾ തന്നെ തകർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അങ്ങനെയാണ് ന്യൂസസിലൊക്കെ ഉള്ളത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നടന്നിട്ടുള്ളത് യു-പിയിലാണ്. യു-പിയിലെ ഒരു മുസ്ലിം പള്ളി മുസ്ലിങ്ങൾ തന്നെ തകർത്തു എന്നാണ് പറയുന്നത്. അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പള്ളിയുടെ ചെറിയൊരു പോർഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പബ്ലിക് കുളത്തിന്റെ ലാൻഡിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ റെഗുലേഷൻസിനെയും കൺസ്ട്രക്ഷൻ റൂൾസിനെയും ഈ ഒരു കാര്യം ബ്രീച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊളിക്കാനുള്ള ഉത്തരവ് ഉണ്ട് എന്നാണ് അതോറിറ്റി പറഞ്ഞത്. എന്നാൽ അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റീസ് പറയുന്നത് ഈ ഒരു പള്ളി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പഴയ ഇവിടുത്തെ വില്ലേജ് ലാൻഡ് ലോർഡാണ്. ഈ ഒരു പള്ളി ആ കുളത്തിന്റെ സമീപത്ത് തന്നെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വുളു കൊടുക്കാനുള്ള വെള്ളത്തിന്റെ സോഴ്സ് ആ ഒരു കുളത്തിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടായിരുന്നു. മുസ്ലിം റെപ്രസെന്റേറ്റീവ്സിന്റെ മെമ്പേഴ്സ് സബ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ കാണുകയും കാര്യങ്ങളൊക്കെ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റീസെന്റ് ഒരു റിപ്പയറിംഗ് വർക്ക് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പില്ലേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഈ വെള്ളവുമായിട്ടുള്ള എക്സ്പോഷർ കാരണം അവിടുത്തെ ചുമരുകൾക്ക് കുറച്ച് ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനൊന്ന് സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പില്ലേഴ്സ് നടത്തിയിട്ടുള്ളത്. എന്നാൽ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് ആ പില്ലേഴ്സ് ആണ് ഇപ്പോൾ ഇല്ലീഗലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളതും ഈ ലാൻഡിൽ വന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ ഒരു പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷൻ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യേണ്ടത്, പൊളിക്കേണ്ടത് എന്നാണ് അതോറിറ്റി പറഞ്ഞത്. മുസ്ലിം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വയലേഷൻ മനസ്സിലാക്കുകയും അവർ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു വളണ്ടറിലി അവരത് നീക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു പള്ളിയുടെ ഒരു പോർഷൻ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ അവർ തന്നെ സ്വമേധയാ പൊളിച്ച് നീക്കിയിട്ടുള്ളത്. ഇതൊരു ശരിയായ ഒരു മൂവ് ആയിരുന്നു. കാരണം വയലേഷൻസ് ചെയ്തു എന്ന് കറക്റ്റ് ആയിട്ട് അതോറിറ്റി അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അത് ആ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുള്ള പ്രൊസീജിയർ അവർ ചെയ്യുകയും ചെയ്തു. ഇത് ശരിയായിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. കാരണം അല്ലാതെ ബുൾഡോസറും പോലീസിനും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഇതേപോലത്തെ ഒരു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൊളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ പീസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.